പ്രവാസി കോൺഗ്രസ് ജില്ലാ സംസ്ഥാന ഭാരവാഹി വായക്കാട് പ്രവർത്തിക്കുന്ന ഹമീദാൽ മെമ്മോറിയൽ ലൈബ്രറി സമിതിയുടെ പ്രഥമ സെക്രട്ടറി, താലൂക്ക് ലൈബ്രറി കൗൺസിലർ, വായക്കാട് ഫാമിലി ഹെൽത്ത് സെന്റർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ, UDF പഞ്ചായത്ത് മെമ്പർ, വായക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസ്ഥാനത്തിനും നാടിനും നാട്ടുകാർക്കും കൈയാവുന്ന സഹായങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. ജീവകാരുണ്യ സന്നദ്ധ സേവന രംഗത്ത് ഹോസ്പിറ്റലുകളുടെ പ്രയാസങ്ങൾ ഉൾപ്പെടെ അവിടെ ഓടിയെത്തുന്ന അവർക്ക് സഹായം എത്തിക്കാൻ മുൻപന്തിയിൽ CMA റഹ്മാൻ ഉണ്ടായിരുന്നു. വാക്കട് സപ്പോർട്ട് കമ്മിറ്റിയും പഞ്ചായത്ത് ഭാരവാഹി, വായക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ 2 ടേമുകളായി ഡയറക്ടറും വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം പ്രവർത്തിച്ചു. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് തുടക്കം കുറിക്കുവാനും ദീർഘകാലം അതിന്റെ ഭാരവാഹി പ്രവർത്തിക്കാനും CMA റഹ്മാൻ സാധിച്ചിരുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയായ ക്ലബ്ബുകളുടെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരോടൊപ്പം ചേർന്ന് ചിരിയും തമാശയുമായി അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതും ചെറുപ്പക്കാരന്റെ ആവേശത്തോടെ അതിനുവേണ്ടി സഹായം ചെയ്യുന്നു. വായക്കാട് അധികാരി കൂടിയായിരുന്നു ബാവുട്ടി എന്ന് സ്നേഹത്തോട് വിളിക്കുന്ന CMA റഹ്മാൻ രാജീവ് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകരിച്ച് അതിന്റെ കൂടെ നിരവധി കുടുംബങ്ങൾക്ക് വിവിധങ്ങളായ സഹായങ്ങൾ നൽകുന്നതിന് അദ്ദേഹം ഉണ്ടായിരുന്നു. വർഷം തോറും കിറ്റുകൾ കുടുംബങ്ങൾക്ക് നൽകുന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. ഇതിന്റെ ചെയർമാൻ കൂടിയായിരുന്നു CMA. ഒരു പേരുദോഷം പോലെ വരുത്താതെ, ഒരു കറുത്ത പുള്ളി പോലും എതിരാളികൾക്ക്, ഒരു കറുത്ത പുള്ളി പോലും ആക്ഷേപത്തിന്റെയോ ആരോപണത്തിന്റെയോ ഒരു കറുത്ത പുള്ളി പോലും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കണമെന്നുൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയങ്കരനായ CMAയുടെ ഇരമ്പുന്ന സ്മരണകൾ മുൻനിർത്തി വാഴക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിരിക്കുന്നത്. ഈ കടന്നുപോയ പ്രിയപ്പെട്ട CMAയുടെ ആ സ്മരണകൾ എത്രത്തോളം വാഴക്കാട് പ്രയക്ഷണം എത്രത്തോളം ആഴത്തിൽ ഈ പ്രദേശത്തെ സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ അനുസ്മരണ സമ്മേളനം. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ആരൊക്കെ സ്മരിക്കും എന്നതിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്ന സമയം കൂടിയാണ്. എത്ര വർഷം ജീവിച്ചു എന്നതല്ല, അബ്രഹാം ലിങ്കൻ പറഞ്ഞതുപോലെ ജീവിച്ച വർഷമല്ല ജീവിതം എങ്ങനെ വർഷിച്ചു എന്നതാണ് പ്രധാനം. പ്രിയപ്പെട്ട CMAയെ സംബന്ധിച്ചിടത്തോളം 73 വർഷക്കാല പ്രവർത്തകനായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു, സഹകാരിയായിരുന്നു, പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു, പ്രവാസിയായിരുന്നു. എല്ലാ മേഖലയിലും, ഒരു മനുഷ്യന് കൈവക്കാവുന്ന എല്ലാ മേഖലയിലും അദ്ദേഹം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഗ്രന്ഥശാല സംഘ മേഖലയിലും കൈവച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിത്വമാണ് എല്ലാ മേഖലയിലും തൊട്ട് നിറഞ്ഞു നിന്ന് വിജയം വരിച്ച ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ടാണ് പ്രിയങ്കരനായ എനിക്കറിയാം. എന്റെ എളാപ്പയായിട്ട് വരുന്ന CMA റഹ്മാൻ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം പാടത്ത് വരമ്പിലൂടെ നടന്നു പോകുമ്പോൾ 50 60 ആളുകൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വിരാരും മക്കളും പോലെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ചിരുന്നു. വാഴക്കാട് എനിക്കറിയാം, ഇവിടെ നമ്മുടെ സഹോദര പ്രസ്ഥാനമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ റോഡിന്റെ കുറുകെ വര വരച്ചിട്ട് പറഞ്ഞു, ധൈര്യമുള്ളവർ ഇങ്ങോട്ട് വരട്ടെ, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോരാടിക്കുന്ന CMA റഹ്മാൻ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ക്ഷണിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിശക്തമായ നേതൃത്വം നൽകുന്ന CVS അവർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ഷാജി പാച്ചേരി, പ്രിയങ്കരനായ മായാത്ത മങ്ങാത്ത മനോഹരം സമ്മാനിച്ചിട്ടാണ് പ്രിയപ്പെട്ട CMA എന്ന് പറയുന്ന മനുഷ്യ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത ഒരുപാട് നല്ല പ്രവൃത്തികളുണ്ട്, നന്മകളുണ്ട്. നല്ല ഒരു കാരുണ്യ പ്രവർത്തകനായിരുന്നു. സാധാരണക്കാരായ ആളുകൾ അവരുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, വേദനകളിൽ, വിഷമതകളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ അവരൊക്കെ ആശ്രയം